Ladies and gentlemen, this is Adarsh and welcome to my Kanayadi. സോ നമ്മൾ ഇന്ന് ഒരു ഹൊറർ സിനിമയെ പറ്റിയാണ് സംസാരിക്കാൻ പോണത്. ഇന്നലെ രാത്രി ഒരു സിനിമ കണ്ടു. പിന്നീട് നടന്നത് ചരിത്രം. ആ ചരിത്രം എന്താണെന്ന് ഞാൻ പറയാം. ഹൊറർ സിനിമ കാണാൻ പറ്റിയ സമയം പാതിരാത്രിയാണ്. ഈ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി നല്ലൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ച് നല്ലൊരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ കണ്ടു. സൺ നെക്സ്റ്റില് ട്രെൻഡിങ് ലിസ്റ്റില് രണ്ടാമത് നിൽക്കുന്ന പടം. പിന്നെ ഹൊറർ പടം നോമിന്റെ ഫേവറേറ്റ് ജോണറാണ്. ഏത് അലവലാതിയുടെ അപരാധം പിടിച്ച പടമാണെങ്കിലും ഞാൻ കാണും. പക്ഷെ പിന്നീട് കുറ്റം പറയും, അത് വേറെ കാര്യം. ഗ്രാണി പരട്ടത്തള്ളാന്നായിരുന്നു ഈ സിനിമയ്ക്ക് പേരിടേണ്ടിയിരുന്നത്. ഗ്രാണി ദ മമ്മി എന്നൊക്കെ പറയുന്ന പോലെ മാലബൾബും ഡെക്കറേഷനും ഒക്കെ കൊടുത്തിട്ട് ഗ്രാണി പരട്ടത്തള്ള അത് മതി. സോ നമ്മുടെ ഇന്ത്യൻ താത്തയില്ലേ, അങ്ങേരുടെ മുഖത്തൊരു 100 കിലോ മൈദ ഉണ്ടാവില്ല. ഇത് അങ്ങേരുടെ പണ്ടാട്ടിയാണ് തോന്നുന്നു ഈ പരട്ടത്തള്ള. ഈ പെണ്ണും പിള്ളയുടെ മുഖത്ത് ഒരു 100 കിലോ മൈദ ഉണ്ട്. പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുക 1000 ആൾക്കാർക്ക്. അയ്യേ, എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഡയറക്ടർക്ക് സംവിധാനം പഠിക്കണം. അങ്ങേര് കുറെ തപ്പി ഉണ്ടാവും ഒരു മണ്ടൻ പ്രൊഡ്യൂസറിനെ. അവസാനം ഒരു മണ്ടൻ പ്രൊഡ്യൂസറിനെ കിട്ടി. പണി വെച്ച അപരാധമാണ് ഗ്രാണി. ദുരന്തർ 2 ആയിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പടം. എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സെക്കൻഡ് പാർട്ടിനാണ്. ഗ്രാണി 2 ദ ഗ്രാനീസ് പ്ലേ, ഗ്ലാനിയുടെ കളികൾ. അയ്യേ, ஹொரர் சினிமா பார்த்துருக்கு, சீரியல் பார்த்துருக்கு, சீரீஸ் பார்த்துருக்கு. ഇതെന്തോന്നടാ ഹൊറർ ഡോക്യുമെന്ററിയാ? ഡോക്യുമെന്ററിക്ക് നാണക്കേടാണ് ഡോക്യുമെന്ററി പറഞ്ഞു കഴിഞ്ഞാൽ. അയ്യേ, ഒരു പടം എടുത്ത് വെച്ചിരിക്കുകയാണിത്. ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അമേരിക്കയിലെ ഏതോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ടെക്കി കപ്പിൾ നാട്ടിലേക്ക് വരികയാണ്. നമ്മുടെ ജയസൂര്യ, ജനപ്രിയൻ ജയസൂര്യ, എനിക്ക് വീട് മതി, നാടിൻ നന്മ മതി, ആ സംഭവം. ട്രാക്ടറൊക്കെ ഉണ്ടായിട്ടും ഈ കണ്ടം പൂട്ടാൻ എനിക്ക് മാടിനെ വേണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പൊട്ടൻ ചക്കൻ. അപ്പൊ അവര് വലിയൊരു മറ്റേ തറവാട് പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിൽ ആകെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു സാധനം മാത്രം കേട്ടോ, ആ തറവാട്. ദാറ്റ് വാസ് വെരി നൈസ്. അവിടെ ഈ പരട്ടത്തള്ള ഒരു ദിവസം വന്ന് ബോധം കെട്ട് വീണു. പിന്നെ നടക്കുന്ന പരിപാടിയൊക്കെയാണ് പറയുന്നത്. ഇതിൽ എന്ത് ഹൊറർ എലമെന്റ് അതായിരിക്കും ക്വസ്റ്റ്യൻ. ഈ പരട്ടത്തള്ളയ്ക്ക് 1920 100 വയസ്സ്, 2024 100 വയസ്സ് പോരെ ഹൊറർ എലമെന്റ്. ആൻഡ് ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ പരിപാടിയും ഫാന്റസി സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ലായിരുന്നു. ബാക്കി ഈ സിനിമയിൽ വണ്ടി ഓടിക്കുന്ന വിഷ്വൽസ് വരെ ഫേക്ക് വിഷ്വൽസ് ആണ്. പിന്നെ എന്തുട്ടിനാണ് ഇങ്ങനത്തെ ഒരു പണ്ടാരം പണിയെ? അയ്യേ, എന്നിട്ട് ഈ സിനിമ കണ്ടിട്ട് പേടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആര് പേടിക്കും? കണ്ണു കാണാത്തവർ പോലും ഈ പടം കണ്ടിട്ട് പേടിക്കില്ല. ഈ ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ചെറിയ കുട്ടികളുടെ ഹാർട്ടും പിന്നെ ഒരു പൂവുണ്ട്, ആ പൂവും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു വെച്ചാൽ ചെറുപ്പം നിലനിർത്താൻ പറ്റും. 100 കൊല്ലത്തിന് ശേഷം പൂത്ത പൂവാണെങ്കിൽ 25 വയസ്സ് കമ്മിയാവുന്നു. അപ്പൊ എന്താ വെച്ചാ ഈ തള്ളയുടെ പ്രായം കമ്മിയാക്കിയിട്ട് യൗവനത്തിക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഈ തള്ളയുടെ കെട്ടിയവനും ഈ തള്ളയ്ക്കും കൂടി സുഖമായി ജീവിക്കണം. ഈ തള്ളയ്ക്ക് 100 വയസ്സുണ്ട്. 100 വർഷത്തിന് ശേഷം പൂക്കണ പൂ എടുത്ത് തിന്നാൽ 25 വയസ്സേ കമ്മിയാവുള്ളൂ. അപ്പോഴാ അമ്മയുടെ പ്രായം 75 ആ പൊട്ടൻ ചെക്കനെ ആദ്യം കൊണ്ടേ വിടേണ്ടത് ഒരു മാത്സ് ട്യൂഷനാണ്. എന്നിട്ട് യൗവനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ ഉയരെടുക്കാൻ വേണ്ടി നടക്കണ ഒരു അലവലാതി. എത്രയോ ഹൊറപ്പടം കണ്ടു. ഇതൊക്കെ വെച്ച് സുമതി വളവൊക്കെ പട്ട് സെക്കൻഡ് ഹാഫ് അർജുൻ അശോകിന് ഡാൻസ് കളിക്കേണ്ട പടമാണെങ്കിൽ പോലും പട്ട്. ഈ അപരാധമൊക്കെ വെച്ച് നോക്കുമ്പോൾ പട്ട്. ഇതിൽ പിന്നെ നായകന്റെ കാര്യമൊന്നും എടുത്ത് പറയാനില്ല. നായകൻ, നായകി, വില്ലൻ, വില്ലത്തി എല്ലാം നമ്മുടെ പരട്ട തള്ളയാണ്. ആൻഡ് ഇതിൽ ഒന്നിനും കൊള്ളാത്ത പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. ഒരുത്തൻ IPS ആവാൻ പോണ്ട് പറയുന്നുണ്ട്. എങ്ങനെയാണോ തപാൽ മാർഗം? അയ്യേ, ഒന്നിനും കൊള്ളാത്ത ഒരു പെട്ട തേങ്ങയാണ് ഗ്രാനി. സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നുണ്ട്. ഗ്രാനീസ് പ്ലേ, ഗ്രാനിയുടെ കളികൾ. നാട്ടുകാരെ ഉയരെടുത്തിട്ടല്ല സംവിധാനം പഠിക്കേണ്ടത്, അത് മനസ്സിലാക്കണം ആദ്യം. ഇന്നത്തെ കാലത്ത് ചെറിയ പിള്ളേര് വരെ ഇതിലും കിഡു ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട്. ക്വാളിറ്റി സാധനം. ആ സമയത്താണ് ഇങ്ങനത്തെ ഓരോ പ്രൊഡ്യൂസർമാര്, ഇങ്ങനത്തെ ഓരോ മണ്ടന്മാരായ പ്രൊഡ്യൂസർമാര് ഓരോരുത്തരെ കയ്യിൽ പോയി പെടുന്നത്. ഇങ്ങനത്തെ പ്രൊഡ്യൂസർമാര് കുറെ എണ്ണം ഉണ്ട്. ഇങ്ങനത്തെ പെട്ട തേങ്ങയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഭക്ഷണം ഇല്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഇവിടുത്തെ പോവർട്ടി തന്നെ ഇല്ലാതായി ഉണ്ടാവും. അത്രയും പെട്ട തേങ്ങകൾ ഇറങ്ങുന്നുണ്ട്. എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എല്ലാ സിനിമയ്ക്കും നെഗറ്റീവ് പറയുന്നത്? മലയാളം മാത്രം നോക്കിയാൽ മതി. ഒരു കൊല്ലം 150 പടം വെച്ചാൽ അതിന്റെ 10% മാത്രം, അതായത് 15 പടം മാത്രമേ നല്ല പടമുള്ളൂ. ബാക്കി ഒക്കെ പെട്ട തേങ്ങകളാണ്. ആൻഡ് ഇതൊക്കെ ഇരുന്ന് കാണുക പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഇതൊക്കെ കാണുമ്പോ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നും. സിനിമ കണ്ടുകൊണ്ട് ആകെ ഉണ്ടായ ഒരു ഗുണം, ഞാൻ ക്ഷമ എന്താണെന്ന് പഠിച്ചു.
ഇങ്ങനത്തെ പെട്ടത്തങ്ങൾ കണ്ടുകൊണ്ട് കൂടുതലും ക്ഷമ എന്താണ് പഠിച്ചു. സോ വേണ്ടവർ കണ്ടു വെക്കുക. പരട്ടത്തള്ള ഈ സ്ട്രീമിംഗ് ഓൺ സൺ നെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം.